നേരത്തെ ഒരു കണക്ഷൻ എറർ വന്ന് എന്റെ ലൈവ് കട്ടായി പോയി സാർ, സോറി. അപ്പൊ ഒന്നേം തുടങ്ങാം. ആരെങ്കിലും ഉണ്ടോ ലൈവിൽ? ഇന്നൊരു സായ് മൂഡ് പിടിക്കാന്ന് വിചാരിച്ചു. അതാണ് കാരണത്ത് നമ്മുടെ സീക്രട്ട് ഏജന്റ് മൂഡ് പിടിക്കാന്ന് വിചാരിച്ചു. പുള്ളി അതിനകത്താണല്ലോ, അതുകൊണ്ട് ഒരു സീക്രട്ട് ഏജന്റ് മൂഡ് പിടിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇന്നലെ ഞാനിട്ട സ്റ്റോറി നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പൊ അത് വേറൊന്നുമല്ല, ഹൗസിനുള്ളിൽ കയറുന്നതിന് മുന്നേ ഇവരുടെ പ്ലാനിങ് നടന്നിട്ടുണ്ടോ, അമ്മാതിരിയുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് വരുന്ന എന്താ പറയാ സൈബർ ബുള്ളിങ്ങിന്റെ ഒരു എഫക്റ്റ് ഞാനും മനസ്സിലാക്കുന്നു. എന്നെ എത്രത്തോളം സൈബർ ബുള്ളി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടതാണല്ലോ. ഇപ്പം ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ, ഒരു താങ്കിങ് വീഡിയോ ഇട്ടതിന്റെ അടിയിൽ വന്ന് തന്നെ എന്തോരം പേര് എന്നെ തെറി പറഞ്ഞു. ഇപ്പൊ ഇന്നലെ ഞാനിട്ട സ്റ്റോറിയുടെ പുറകിൽ നിന്ന് എന്നെ ഇൻബോക്സ് ചെയ്തിട്ട് പച്ചത്തെറി വിളിക്കാൻ കുറച്ച് PR തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. PR തെണ്ടികൾ. അപ്പൊ ഞാൻ ഈ PR തെണ്ടികൾക്കെതിരെയാണ് ഇന്നലെ വീഡിയോ ചെയ്തത്. അപ്പൊ ആ PR തെണ്ടികൾക്കെതിരെ ഇന്നലെ ചെയ്ത വീഡിയോ ആണെങ്കിലും അത് പോയി വീഴുന്നത് ഹൗസിനുള്ളിലുള്ള എന്താ പറയാ ഒരു കണ്ടസ്റ്റന്റ് ജാസ്മിന്റെ മേളിലേക്കാണ്. ഇൻഡയറക്ട്ലി ആണെങ്കിലും പോയി വീഴുന്നത്. കാര്യം വേറെ നിവർത്തിയില്ലല്ലോ, അതാണല്ലോ തല. അപ്പം ഇവന്മാര് കാണിക്കുന്നതിനൊക്കെ ഉത്തരവാദിത്വം ആ കുട്ടിയുടെ തലയിൽ പോയി വീഴും. ഇപ്പം കാശ് മേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും PR തെണ്ടികളെ നീയെ കാണിക്കുന്ന ഭയങ്കര ചെറ്റത്തരമാണ്. കാര്യം ഇപ്പൊ കാണിക്കുന്ന ഈ സൈബർ ബുള്ളിങ് നിങ്ങൾ ആർക്കെതിരെ, ഇപ്പൊ എനിക്കെതിരെ ആണെങ്കിലും ജിൻഡോടെതിരെ ആണെങ്കിലും സിജോടെതിരെയാണ്, നിങ്ങളൊക്കെ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്താലും അതിന്റെയൊക്കെ റിസൾട്ട് ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങി വരുമ്പോ, ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങി വരുമ്പോ ആ കുട്ടിക്ക് ഇതൊക്കെ എഫക്ട് ചെയ്യപ്പെടും. അപ്പോ സൈബർ ബുള്ളിങ് എനിക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത അതിന് മാത്രമുണ്ട്. പിന്നെ ഓൾറെഡി എന്താ പറയാ ജാസ്മിനെതിരെ ഒരുപാട് സൈബർ ബുള്ളിങ് ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ എന്റെ സൈഡിൽ നിന്നും കൂടെ ഒരു സൈബർ ബുള്ളിങ്, ഞാൻ കൂടെ ഒരു കാരണക്കാരൻ ആവുന്നില്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ തീരുമാനം എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ സെക്കൻഡ് എപ്പിസോഡ് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരോട് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്, തൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഷോ കഴിയുന്നത് വരെയും ഞാൻ ഒന്നും പറയില്ല. ഈ ഷോ അവസാനിക്കട്ടെ, അതുവരെയും ഞാൻ എനിക്കുണ്ടായ കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലായ കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഒന്നും പുറത്ത് പറയില്ല. കാര്യം ജാസ്മിനും പുറത്ത് വരട്ടെ, ജാസ്മിനും കൂടെ പുറത്ത് വന്നിട്ട് ചിലപ്പം ജാസ്മിനും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് മുഖാമുഖം ഇരുന്ന് സംസാരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ ഞാൻ മാറ്റി നിർത്തുന്നു. നേരെ മറിച്ച് ജാസ്മിൻ എന്ന മനുഷ്യ സ്ത്രീയെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കാരണം ജാസ്മിൻ ഒരു സൈബർ ബുള്ളിങ്ങും ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ ഇനി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ തലയില്ലാത്ത പട്ടികളായി കുരയ്ക്കുന്ന PR ടീം തെണ്ടികളെ നിങ്ങൾക്ക് ഇനിയും എന്റെ ഇൻബോക്സിൽ വാ. നിങ്ങൾ ഇനിയും എന്റെ വീട്ടുകാരെയും എന്റെ കൂട്ടുകാരെയും എന്റെ മകനെ ഉൾപ്പെടെ നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ അതൊക്കെ അങ്ങ് ക്ഷമിക്കാൻ തയ്യാറാണ്. അത് നിങ്ങളെ ഓർത്തിട്ടല്ല. ഇതൊക്കെ ഞാൻ റിയാക്ട് ചെയ്ത് അതൊക്കെ എഫക്ട് ചെയ്യുന്നത് ഒരു കുട്ടിയെ ആയതുകൊണ്ട്, ഒരു മനുഷ്യനെ ആയതുകൊണ്ട്. ആ മനുഷ്യൻ നിങ്ങളെ പോലെ അല്ല. ആ കുട്ടിക്ക് ഐഡന്റിറ്റി ഉണ്ട്, നിനക്കൊക്കെ ഒന്നും ഐഡന്റിറ്റി ഇല്ല. ഐഡന്റിറ്റി ഇല്ലാതെ വന്ന് ചുമ്മാ കിടന്ന് വേട്ടാവളിയത്തരം കാണിക്കുന്ന നിന്നോടൊക്കെയാണ് എന്റെ പ്രശ്നം. ഞാൻ പറയുന്നത്